കൂടുക എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത്തത് ഇസ്ലാമിലെ ഹദീസും ഖുർആനും മനസ്സിലാക്കാൻ സീറ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെയും ഖുർആൻ്റെയും ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സീറ. നമ്മൾ ടെക്സ്ച്വൽ റീഡിങ് നടത്തിപ്പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നബിയുടെ ചരിത്രത്തിൽ നിന്ന് കോണ്ടെക്സ്റ്റുകൾ നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് കോൺഫ്ലിക്റ്റുകൾ വരുന്നത്. കാരണം നബി പറഞ്ഞ ഒരേ കാര്യം പല ആളുകൾ എടുക്കുമ്പോൾ കോണ്ടെക്സ്റ്റ് പറയാതിരിക്കുമ്പോൾ അതിനെ പല വഴികളിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനെ മനസ്സിലാക്കാൻ സീറയുടെ പാർട്ടാണ്. ശരിക്കും സീറ ടു സൂറയാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ, ഈ ഒരു ബ്രിഡ്ജിങ് സീറ ടു സൂറ നമുക്ക് നടത്താൻ പറ്റും. നാലാമത്തത്, ഇത് നമുക്ക് അതിമനോഹരമായ പ്രതീക്ഷകൾ തരുമെന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആക്കും എന്നുള്ളതാണ് സീറ ചെയ്യുന്നത്. ലൈഫിലൊരു ഡയറക്ഷൻ എന്നുള്ളത് ഇപ്പം പ്രത്യേകിച്ചും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇപ്പം ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഡയറക്ഷൻ ഇല്ലെങ്കിൽ അയാൾക്ക് എന്തും കിട്ടുന്ന ഒരവസ്ഥ മുന്നിലുണ്ട്. ഇപ്പോൾ ടെലഗ്രാമിലൊക്കെ നമുക്ക് തന്നെ മെസ്സേജ് വരും, അതിഭീകരമായ വൃത്തികേടിൻ്റെ മെസ്സേജുകൾ, ഇതൊന്നും തുറന്നു നോക്കും, ആസ്വദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ നമ്മൾ ഞാൻ തുറക്കില്ല, ഞാൻ അത് ആസ്വദിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് ആ വൃത്തിയുള്ള ഡയറക്ഷൻ കൊണ്ടാണ്. ഇതില്ലാത്ത ഒരാളെ സംബന്ധിച്ചോ അയാൾ എവിടെ എത്തിപ്പെടും എന്നുള്ളതാണ്. അത് അയാൾക്ക് കൊടുക്കുന്നത് സ്ട്രെയിൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ സമാധാനം എന്നുള്ളത് ഡയറക്ഷൻ കൊണ്ട് കിട്ടുന്നതാണ്. ആ ഡയറക്ഷൻ റസൂലിൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് തരുന്നതാണ്. അഞ്ചാമത്തത്, സീറ തന്നെ ഒരു മിറാക്കിളാണ്. കാരണം അങ്ങനത്തെ ഒരു ഹിസ്റ്ററി വേറെ ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. സീറ ഹിസ്റ്ററി ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ സീറയെ ആ രീതിയിൽ നമ്മൾ വായിക്കണം. ശരിക്കും ചില സമയത്ത് നമ്മൾ കരയും, ചില സമയത്ത് നമ്മൾ ഭയങ്കര സന്തോഷം കൊണ്ട് രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, ചില സമയത്ത് നമ്മൾ ആകെ ഡസ്പാവും. ഇങ്ങനെ പല മൂഡുകളിലൂടെ സീറ നമ്മളെ കൊണ്ടുപോകും. നമ്മളിങ്ങനെ അത്ഭുതപ്പെടും. നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇപ്പം ഈ പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന കോൺഫ്ലിക്റ്റുകളൊക്കെ എടുത്തു നോക്കിയാൽ ആരെയൊക്കെയാണ് ഒരു പോയി നേരിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്? റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒക്കെ മുന്നിൽ പോയി നിന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങളിതാ വന്നിരിക്കുന്നത്. അന്ന് റോമൻ ചക്രവർത്തിമാരൊക്കെ മൈൻഡ് ചെയ്യാതെ വിടുകയാണ്.